നമസ്കാരം, ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദമാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പ്രവാസികളെ കൊള്ളയടിക്കാൻ സ്വകാര്യ എയർലൈൻസുകൾക്ക് എയർ ഇന്ത്യ ഒത്താശ ചെയ്യുകയാണെന്ന് പ്രവാസി സംഘടനകൾ. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമൂഹ വിവാഹം. വിവാഹിതരായത് 50 വധൂവരന്മാർ. കോൺഗ്രസ് മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. കപിൽ സിബലും അജയ് മാക്കനും സച്ചിൻ പൈലറ്റും വീണ്ടും മത്സരിക്കും. സുരേഷ് കൽമാടിക്കും ഭാര്യയ്ക്കും സീറ്റില്ല. പട്ടികയിൽ 58 പേർ. നരേന്ദ്രമോദിയുടെ രണ്ടാം മണ്ഡലത്തിനായി ചർച്ചകൾ പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് സമിതി യോഗം നാളെ. ആം ആദ്മി പാർട്ടി മൂന്നാം ഘട്ട പട്ടിക പുറത്തിറക്കി. ക്രിമിയൻ വിഷയത്തിൽ റഷ്യയെ G8 നിന്ന് പുറത്താക്കിയതായി ഫ്രാൻസ്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കൂടുതൽ കടുത്ത നടപടികളിലേക്ക്. ക്രിമിയയെ റഷ്യയുടെ ഭാഗമാക്കിയത് ജനഹിതത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് വ്ളാദിമിർ പുടിൻ. വാർത്തകൾ വിശദമായി. ഒമാൻ നാവികസേന ബ്രിട്ടനിൽ നിന്ന് ഒരു പടക്കപ്പൽ കൂടി സ്വന്തമാക്കി. ഇംഗ്ലണ്ടിൽ നിന്ന് 1 മാസത്തെ യാത്രയ്ക്ക് ശേഷം ഒമാൻ നാവികസേന ആസ്ഥാനത്തെത്തിയ കപ്പലിന് പ്രൗഢമായ വരവേൽപ്പാണ് ലഭിച്ചത്. ഖരീഫ് പദ്ധതിയുടെ ഭാഗമായി വാങ്ങുന്ന 3 ആധുനിക പടക്കപ്പലുകളിൽ രണ്ടാമത്തേതാണ് അൽ റഹ്മാനിയ എന്ന പുതിയ കപ്പൽ. തീരദേശത്തെ നിരീക്ഷണവും പ്രതിരോധവും ലക്ഷ്യമിട്ടാണ് പുതിയ കപ്പലുകൾ വാങ്ങുന്നതെന്ന് നാവികസേന അധികൃതർ അറിയിച്ചു. മിഡിൽ ഈസ്റ്റ് ദക്ഷിണേന്ത്യാ മേഖലയിലെ ഏറ്റവും വലിയ കലാപ്രദർശന മേളയായ ആർട്ട് ദുബായ് നാളെ ആരംഭിക്കും. ഈ മാസം 22 വരെ മദീനത്ത് ജുമൈറയിൽ നടക്കുന്ന 8ാമത് മേളയിൽ 34 രാജ്യങ്ങളിൽ നിന്നുള്ള 500-ലേറെ കലാകാരന്മാരും ശില്പികളും 85 ആർട്ട് ഗാലറികളും പങ്കെടുക്കും. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ 5ാമത് സമൂഹ വിവാഹത്തിന് ദുബൈയിലെ സആബിൽ പാർക്ക് വേദിയായി. ദുബായ് ഉപഭരണാധികാരിയും UAE ധനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂം ചടങ്ങിൽ മുഖ്യാതിഥിയായി. ദുബായ് മുനിസിപ്പാലിറ്റി ചെയർമാൻ കൂടിയായ ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മേൽനോട്ടത്തിൽ ഇത് 5ാം തവണയാണ് ദുബൈയിലെ സആബിൽ പാർക്ക് സമൂഹ വിവാഹത്തിന് വേദിയാകുന്നത്. 50 വധൂവരന്മാരാണ് ഇന്നലെ വിവാഹിതരായത്. ചടങ്ങിന് സാക്ഷികളാകാനും വധൂവരന്മാർക്ക് ആശംസകൾ നേരാനുമായി ദുബായ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ ഹുസൈൻ നാസർ ലൂത്തയടക്കം ഉന്നത ഉദ്യോഗസ്ഥരും പാർക്കിലെത്തിയിരുന്നു. അറബ് സാംസ്കാരിക നൃത്തങ്ങളും വർണ്ണാഭമായ ലേസർ ഷോയും ചടങ്ങിന് മാറ്റുകൂട്ടി. മാതൃകാ വിവാഹത്തിന് സന്നദ്ധരാവുന്ന UAE-യിലെ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കാനായി തുടങ്ങിവെച്ച ഈ സംരംഭത്തിന്റെ രക്ഷാധികാരിയും ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂം തന്നെയാണ്. വധൂവരന്മാരുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമായി വിവാഹസദ്യയും ഒരുക്കിയിരുന്നു. മീഡിയ 1 ദുബായ്. കുവൈത്തിനുള്ള ഹജ്ജ് ക്വാട്ട സൗദി അധികൃതർ വെട്ടിക്കുറച്ചു. ഇത് വിദേശികളുടെ തീർത്ഥാടന മോഹങ്ങൾക്ക് വീണ്ടും തിരിച്ചടിയായിരിക്കുകയാണ്. സൗദി ഹജ്ജ് മന്ത്രാലയം അണ്ടർ സെക്രട്ടറി സാഹിൽ അൽ സബ്ഹാനുമായി കുവൈത്ത് ഔക്കാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിനു കീഴിലെ ഹജ്ജ് കാര്യ അണ്ടർ സെക്രട്ടറി ഡോക്ടർ ആദിൽ അൽ ഫലാഹ് നടത്തിയ ചർച്ചയെ തുടർന്നാണ് കുവൈത്തിനുള്ള ഹജ്ജ് ക്വാട്ട 6400 നിശ്ചയിച്ചത്. മത്വാഫ് വികസനം നടക്കുന്നതിനാലാണ് സൗദി എല്ലാ രാജ്യങ്ങൾക്കുമുള്ള ഹജ്ജ് ക്വാട്ടയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സൗദിക്കകത്തു നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ പകുതിയും പുറത്തുനിന്നുള്ളവരിൽ 20% ഇത്തവണ കുറവ് വരുത്തിയത്. ഇതോടെ കുവൈത്തിൽ നിന്ന് വിദേശികൾക്ക് ഹജ്ജിന് പോകാൻ ഈ വർഷവും അവസരമുണ്ടാകില്ലെന്നാണ് സൂചന. ഹജ്ജ് ക്വാട്ട വർദ്ധിപ്പിച്ചില്ലെങ്കിൽ തുടർച്ചയായ 2ാം വർഷവും കുവൈത്തിൽ നിന്ന് വിദേശികൾക്ക് ഹജ്ജ് ചെയ്യാൻ അനുവാദം നൽകില്ലെന്ന് ഔക്കാഫ് മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷവും തീർത്ഥാടകരുടെ എണ്ണത്തിൽ നിയന്ത്രണമുണ്ടായിരുന്നു. 8000 സ്വദേശികൾക്ക് മാത്രമായിരുന്നു കഴിഞ്ഞ വർഷം തീർത്ഥാടന അനുമതി ഉണ്ടായിരുന്നത്. ഇതിനാൽ കുവൈത്തിൽ നിന്ന് വിദേശികൾക്ക് ഹജ്ജ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നില്ല. മീഡിയ 1 കുവൈറ്റ് സിറ്റി. താമസ നിയമങ്ങൾ ലംഘിച്ച 38 പേർ കൂടി കുവൈത്തിൽ പിടിയിലായി. ഹവല്ലി പ്രവിശ്യയിൽ സംയുക്ത സുരക്ഷാ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ പിടിയിലായത്. ഹവലി സെക്യൂരിറ്റി ഡയറക്ടർ ബ്രിഗേഡിയർ ഗുലൂം ഹബീബിന്റെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധന. 2ാമത് ജീവകാരുണ്യ പ്രവർത്തക ഫോറത്തിന് ദോഹയിൽ തുടക്കമായി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഫോറം ഷെയ്ഖ് സാനി ബിൻ അബ്ദുള്ള ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമാനിറ്റേറിയൻ സർവീസിന്റെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. സംഭാവനയിലെ സുസ്ഥിരതയും പ്രവർത്തന മികവും എന്നതാണ് ഇത്തവണത്തെ ഫോറത്തിന്റെ പ്രമേയം. 70 രാജ്യങ്ങളിൽ നിന്നായി 150ഓളം പ്രതിനിധികളാണ് ഫോറത്തിൽ പങ്കെടുക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംഘടനകളുടെ സാമ്പത്തിക പ്രവർത്തനത്തിലെ സുതാര്യതയെക്കുറിച്ചാണ് ഫോറം പ്രധാനമായും ചർച്ച ചെയ്യുക. അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ളവർ അന്താരാഷ്ട്ര ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ കുറച്ചു മാത്രമേ ഇടപെടുന്നുള്ളൂ എന്ന് ഫോറത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി.
وصل عندها عدد المؤسسات بشكل جيد. ഭീകരവാദത്തിന് പണം എത്തിച്ചേരുന്നത് തടയുവാനും കള്ളപ്പണം വെളുപ്പിക്കൽ തടയാനും സുതാര്യത അത്യാവശ്യമാണെന്ന് ഫോറത്തിൽ പ്രസംഗിച്ച കുവൈത്തിൽ നിന്നുള്ള അൽ റഹ്മ ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ അബ്ദുറഹ്മാൻ അൽ മുതവ പറഞ്ഞു. ഓഡിറ്റിംഗ്, വിപണന തന്ത്രങ്ങൾ, വിവര കൈമാറ്റം എന്നീ വിഷയങ്ങളും ഫോറം ചർച്ച ചെയ്യും. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. OICC റിയാദ് സെൻട്രൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് കുഞ്ഞി കുമ്പളയുടെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ അബ്ദുൽ അസീസ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് LK അജിത്, ഇസ്മായിൽ എരുമേലി, സലീം കളക്കര, മാത്യു പാറക്കൽ, അഷ്റഫ് വടക്കേവിള, സജി കായംകുളം തുടങ്ങിയവർ സംസാരിച്ചു. OICC ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ UDF അനുകൂല സംഘടനകളുടെ ജില്ലാ കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുവൈറ്റ് മിന അബ്ദുള്ള സ്ക്രാപ്പ് യാർഡിൽ ഇന്ന് കാലത്തുണ്ടായ അഗ്നിബാധ ആശങ്ക പടർത്തി. 4 ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള അഗ്നിശമന വിദഗ്ധർ മണിക്കൂറുകളോളം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ടയറുകൾക്ക് മുകളിൽ മണൽ കോരിയിട്ടും ടയർ കൂമ്പാരത്തിൽ കിടങ്ങുകൾ നിർമ്മിച്ചുമാണ് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത്. പൊതുപരിസ്ഥിതി അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി മലിനീകരണ സാധ്യതകളും മറ്റും വിലയിരുത്തി. വിവര സാങ്കേതിക മേഖലകളിലെ പ്രൊഫഷണലുകൾ അടങ്ങുന്ന ISAC UAE ചാപ്റ്റർ ഏർപ്പെടുത്തിയ പ്രഥമ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഹെഡ് ഓഫ് ദി ഇയർ അവാർഡിന് കാഞ്ഞങ്ങാട് സ്വദേശി ഇല്യാസ് കുലിയങ്കൽ അർഹനായി. അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ ചീഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസറായി ജോലി ചെയ്യുകയാണ് ഇല്യാസ്. ഇതിനകം നിരവധി അന്താരാഷ്ട്ര IT സെക്യൂരിറ്റി സെമിനാറുകളിൽ പ്രഭാഷണം നടത്തിയ ഇല്യാസിനുള്ള അവാർഡ് ലേ മെറിഡിയൻ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തു. ചടങ്ങിൽ ദുബൈ മുനിസിപ്പാലിറ്റി ഫിനാൻഷ്യൽ ഓഡിറ്റ് വകുപ്പ് തലവൻ താരിഖ് ഹൈത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യയിൽ നിന്ന് പകർത്തിയ ചിത്രത്തിലൂടെ കുവൈത്ത് ഫോട്ടോഗ്രാഫർക്ക് അന്താരാഷ്ട്ര പുരസ്കാരം. ദുബൈ കേന്ദ്രമായ ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂം അന്താരാഷ്ട്ര ഫോട്ടോഗ്രാഫി മത്സരത്തിലാണ് ക്രിയേറ്റീവ് ദി ഫ്യൂച്ചർ വിഭാഗത്തിൽ കുവൈത്തിയായ അലി അൽ സയീദി ഒന്നാമതെത്തിയത്. هذا العام وبتوجيهات من راعي الجائزة سمو الشيخ حمدان بن محمد بن راشد 156 രാഷ്ട്രങ്ങളിൽ നിന്നായി 26,000 ഫോട്ടോഗ്രാഫർമാർ മാറ്റുരച്ച മത്സരത്തിൽ 38,000 ഫോട്ടോകളിൽ നിന്നാണ് അലി അൽ സയ്യിദിന്റെ ചിത്രം പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. രാജസ്ഥാനിലെ ഒരു ദരിദ്ര ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ക്ലാസ് മുറിയുടെ ചിത്രമാണ് ഇദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്. പ്രതികൂല സാഹചര്യങ്ങളിലും വിദ്യാഭ്യാസത്തിന് ഒരു ഗ്രാമീണ ജനത നൽകുന്ന പ്രാധാന്യമാണ് താൻ ചിത്രത്തിലൂടെ പ്രതിഫലിപ്പിച്ചതെന്ന് കുവൈത്ത് ന്യൂസ് ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അൽ സയ്യിദ് പറഞ്ഞു. മത്സര വിജയികളിലെ ഏക അറബ് സാന്നിധ്യവും ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയും കൂടിയായിരുന്നു അൽ സയ്യിദി. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. അൽ ഐനിലെ ഇന്ത്യൻ പ്രവാസികളുടെ സംഘടനയായ ഇന്ത്യൻ സോഷ്യൽ സെന്റർ ഭാരതോത്സവം സംഘടിപ്പിക്കുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഷാ സംസ്കാരങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടായിരിക്കും ഭാരതോത്സവം സംഘടിപ്പിക്കുക. മാർച്ച് 20 വ്യാഴാഴ്ച ആരംഭിക്കുന്ന മേള 5 ദിവസം നീണ്ടുനിൽക്കും. ഇന്ത്യൻ സ്ഥാനപതി TP സീതാറാം മേള ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പത്മശ്രീ യൂസഫ് അലി MA, പത്മശ്രീ ഡോക്ടർ ജവഹർ ഗംഗാരമണി എന്നിവർ പങ്കെടുക്കും. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിഖ്യാത അറബ് കവി അബു ത്വയ്യിബ് അൽ മുത്തനബിയെ 24ാമത് അബുദാബി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ മുഖ്യ ശ്രദ്ധാകേന്ദ്രമായി തെരഞ്ഞെടുത്തു. അറബ് ജീവിതത്തിൽ ഇന്നും സ്വാധീനം ചെലുത്തുന്ന മുത്തനബിയുടെ രചനകളാണ് പുസ്തകോത്സവത്തിന്റെ മുഖ്യ ആകർഷണമെന്ന് അബുദാബി ടൂറിസം ആൻഡ് കൾച്ചറൽ അതോറിറ്റി നാഷണൽ ലൈബ്രറി ഡിവിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അലി ബിൻ തമീം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അജ്മാനിൽ ട്രാഫിക് വകുപ്പിന് മുന്നിലെ വാഹന ഉടമകളുടെ നീണ്ട നിര 4ാം ദിവസത്തിലേക്ക് കടന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പ്രതീക്ഷിക്കാതെ പെയ്ത പെരുമഴയിലും ശക്തമായ കാറ്റിലും നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഈ വാഹനങ്ങളുടെ കേടുപാടുകൾ തീർക്കുന്നതിന് ട്രാഫിക് വകുപ്പിൽ നിന്നും കിട്ടേണ്ട പേപ്പറുകൾ ശരിയാക്കി കിട്ടുന്നതിനാണ് വാഹന ഉടമകൾ കഴിഞ്ഞ 4 ദിവസമായി കാത്തുനിൽക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി കമ്പനികളിലും പാർക്കിംഗ് ഏരിയയിലും നിർത്തിയിട്ട വാഹനങ്ങളുടെ മുകളിലേക്ക് ശക്തമായ കാറ്റിൽ സൈൻ ബോർഡുകളും മറ്റും വീണതിനെ തുടർന്നാണ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചത്. ചില വാഹനങ്ങൾ പൂർണ്ണമായും മറ്റു ചിലത് ഭാഗികമായും നശിച്ചിട്ടുണ്ട്. 500-ൽ കൂടുതൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട്. പല കമ്പനികളുടെയും ഡെലിവറികൾ മുടങ്ങിയിരിക്കുകയാണ്. ട്രാഫിക് വകുപ്പിൽ നിന്ന് വാഹനത്തിന്റെ രേഖകൾ ശരിയായി കിട്ടിയതിനു ശേഷം ഗ്യാരേജിൽ നിന്ന് കേടുപാടുകൾ തീർത്തതിനു ശേഷം വേണം ഡെലിവറി പുനരാരംഭിക്കാൻ. വ്യവസായ മേഖലയിലെ ഗ്യാരേജുകളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഗ്യാരേജ് ഉടമകൾ തൊഴിലാളികൾക്ക് ഓവർടൈം നൽകിയാണ് വാഹനങ്ങളുടെ കേടുപാടുകൾ തീർക്കുന്നത്. ചില ഗ്യാരേജുകളുടെ മേൽക്കൂര മഴയിലും കാറ്റിലും അടർന്നു വീണതിനാലും ഗ്യാരേജിനകത്തേക്ക് വെള്ളം കയറിയതിനാലും അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുകയാണ്. UAE-യിലെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളും അജ്മാനിലെ വയർഹൌസുകളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഫർണിച്ചറുകളും മുഴുവനായും മഴവെള്ളത്തിൽ കുതിർന്നതോടെ ഓരോ സ്ഥാപനങ്ങൾക്കും കോടിക്കണക്കിന് ദിർഹമാണ് നഷ്ടം കണക്കാക്കുന്നതെന്ന് വിവിധ കമ്പനി ഓഡിറ്റർമാർ പറഞ്ഞു. മീഡിയ 1, അജ്മാൻ.
പഞ്ചനക്ഷത്ര നിലവാരത്തിൽ വേശ്യാവൃത്തി നടത്തിവന്ന 3 യൂറോപ്യൻ വനിതകളെ കുവൈത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. സാൽമിയെ കേന്ദ്രീകരിച്ച് ഏതാനും വിദേശ യുവതികൾ അനാശാസ്യ പ്രവർത്തനം നടത്തിവരുന്നതായി വിവരം ലഭിച്ച പോലീസ് ഇടപാടുകാരെന്ന വ്യാജേന സമീപിച്ചാണ് യുവതികളെ പിടികൂടിയത്. ദമാമിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ സർവീസുകൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പ്രവാസികളെ കൊള്ളയടിക്കാൻ സ്വകാര്യ വിമാന കമ്പനികൾക്ക് അധികൃതർ ഒത്താശ ചെയ്യുകയാണെന്നും പ്രവാസി സംഘടനകൾ ആരോപിക്കുന്നു. ദമാമിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസുമായിരുന്നു നേരിട്ട് സർവീസ് നടത്തിയിരുന്നത്. തെക്കൻ കേരളത്തിലെ പ്രവാസികളോടൊപ്പം തമിഴ്നാട്ടിലെ ഒരു വിഭാഗം യാത്രക്കാരുമാണ് ദമാം തിരുവനന്തപുരം സർവീസിനെ ആശ്രയിച്ചത്. പൈലറ്റ് സമരക്കാലത്താണ് 2 സർവീസുകളും നിർത്തലാക്കിയത്. ജനുവരിയിൽ ആരംഭിച്ച ജെറ്റ് എയർവേസിന്റെ സർവീസ് മാത്രമാണ് നിലവിൽ ഈ സെക്ടറിൽ നേരിട്ട് സർവീസ് നടത്തുന്നത്. 1.5 ലക്ഷത്തോളം വരുന്ന തെക്കൻ ജില്ലകളിൽ നിന്നുള്ള പ്രവാസികൾക്ക് ആശ്രയം ജെറ്റ് എയർവേസിന്റെ 160 സീറ്റുകൾ മാത്രമാണ്. കണക്ഷൻ ഫ്ലൈറ്റുകളും ബഹ്റൈൻ വിമാനത്താവളത്തെയുമാണ് യാത്രക്കാർ കൂടുതലായും ഉപയോഗിക്കുന്നത്. സെക്ടറിൽ മത്സരമില്ലാത്തത് കാരണം ഓഫ് സീസണിൽ പോലും വൻ ടിക്കറ്റ് നിരക്ക് നൽകിയാണ് പ്രവാസികൾ യാത്ര ചെയ്യുന്നത്. പ്രശ്നത്തിൽ ഇടപെടാനാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ കണ്ട് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ശ്രീ കെ.സി. വേണുഗോപാലുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഈ സർവീസുകൾ പുനരാരംഭിച്ചു തരാം എന്ന് അദ്ദേഹം വാക്ക് തരികയും അതെല്ലാം ആ വാക്കുകളെല്ലാം ജലരേഖയായി മാറുകയും ചെയ്തിരിക്കും. ഒരു തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വന്നിട്ടും തെക്കൻ ജില്ലകളിൽ നിന്നുള്ള ഒരു പ്രശ്നം കൂടി പരിഹരിക്കപ്പെടാതെ പോവുകയാണ്. പ്രശ്നപരിഹാരത്തിനായി ശക്തമായ ഇടപെടലിന് ഒരുങ്ങുകയാണ് വിവിധ സംഘടനകൾ. കേരളത്തിൽ പുതിയ വിമാനത്താവളങ്ങൾ പണിയാൻ കുത്തക മുതലാളിമാരും രാഷ്ട്രീയക്കാരും കൈകോർക്കുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായ തിരുവനന്തപുരം വീണ്ടും അവഗണിക്കപ്പെടുകയാണ്. വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിച്ചാലും പ്രവാസികൾ പ്രതികരിക്കില്ലെന്ന തിരിച്ചറിവാകാം വീണ്ടും ഇതിന് ഇവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മീഡിയ 1 ടിവിക്ക് വേണ്ടി ദമാമിൽ നിന്ന് ക്യാമറാമാൻ KM റഷീദിനോടൊപ്പം സാജിദ് ആറാട്ടുപുഴ. ബഹ്റൈനിൽ കിങ് ഫൈസൽ ഹൈവേയിൽ നിർത്തിയിട്ട കാറിൽ കണ്ടെത്തിയ ബോംബ് പോലീസ് നിർവീര്യമാക്കി. കഴിഞ്ഞ ദിവസം ലുലു അവന്യൂവിൽ പ്രമുഖ സൂപ്പർ മാർക്കറ്റിന് സമീപമാണ് വെള്ള ടൊയോട്ട ക്രെസിഡ കാറിൽ തദ്ദേശ നിർമ്മിതമായ ബോംബ് കണ്ടെത്തിയത്. കാർ മോഷ്ടിച്ചതാണെന്ന് പോലീസ് അറിയിച്ചു. കാറിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതോടെ സുരക്ഷ കണക്കിലെടുത്ത് പോലീസ് മനാമയിലേക്കുള്ള കിങ് ഫൈസൽ ഹൈവേയും ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ ഹൈവേയും 3 മണിക്കൂറോളം അടച്ചിട്ടു. ബോംബ് കണ്ടെത്തിയ സാഹചര്യത്തിൽ രാജ്യത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ബഹ്റൈനിൽ വ്യാജ ബോംബ് ഭീഷണിയും വ്യാപകമാകുന്നുണ്ട്. വിവിധ പ്രദേശങ്ങളിലായി 6 വ്യാജ ബോംബുകൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ബഹ്റൈൻ രാജാവ് ഷെയ്ഖ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ഇന്ത്യ സന്ദർശനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് തിരിച്ചു. പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ ക്ഷണമനുസരിച്ചാണ് രാജാവിന്റെ പാക് സന്ദർശനം. പാക് പ്രസിഡന്റ് മംനൂൻ ഹുസൈൻ, പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് തുടങ്ങിയവരുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ദമാമിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വാഹനമിടിച്ച് തിരൂർ സ്വദേശി മരിച്ചു. തിരൂർ സ്വദേശികളായ തങ്കമണിയുടെയും വിജയുടെയും മകനായ രാജുവാണ് മരിച്ചത്. അജ്മാനിലെ മഹാരാജ ഫുഡ് സ്റ്റഫ് ട്രേഡിംഗ് കമ്പനിയിലെ ജീവനക്കാരനാണ് മരിച്ച രാജു. ഇന്നലെ രാവിലെയാണ് മരണം സംഭവിച്ചത്. ഇന്ദുവാണ് ഭാര്യ. 2 മക്കളുണ്ട്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. അജ്മാനിൽ ഹൃദയാഘാതം മൂലം മലയാളി യുവാവ് മരിച്ചു. പാലക്കാട് ജില്ലയിലെ വലപ്പുഴ സ്വദേശിയായ അബ്ദുൽ സത്താറാണ് താമസ സ്ഥലത്ത് മരിച്ചത്. പൂളക്കപ്പറമ്പിൽ അബ്ദുള്ളയുടെയും ബീബിയുടെയും മകനാണ്. അജ്മാനിലെ സനവാട്ടറിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അജ്മാനിലെ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം രേഖകൾ ശരിപ്പെടുത്തി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. അജ്മാൻ റാസൽ ഖൈമ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. മൂടൽമഞ്ഞാണ് അപകടങ്ങൾ പെരുകാനുള്ള കാരണങ്ങളിൽ ഒന്ന്. ഡ്രൈവർമാരുടെ അശ്രദ്ധയും അപകടത്തിൽ കലാശിക്കുന്നുണ്ട്. അജ്മാൻ റാസൽ ഖൈമ റോഡിൽ വാഹനാപകടങ്ങൾ ആവർത്തിക്കുന്നത് യാത്രക്കാർക്ക് പേടി സ്വപ്നമായി മാറുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മലയാളികളടക്കം ഒട്ടേറെ പേരാണ് ഇവിടെ വ്യത്യസ്ത അപകടങ്ങളിൽപ്പെട്ട് മരിച്ചത്. ട്രെയിലർ ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് അപകട മരണങ്ങൾക്ക് പ്രധാന കാരണമെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഹെവി വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. റാസൽ ഖൈമയിലെ സിമന്റ്, മാർബിൾ, ടൈൽസ് ഫാക്ടറികളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. പുലർച്ചെയുള്ള മൂടൽമഞ്ഞും വാഹനാപകടങ്ങൾ കൂടുന്നതിന് കാരണമാകുന്നുണ്ട്. പുലർച്ചെ ദുബായിൽ നിന്നും അജ്മാനിൽ നിന്നുമായി പച്ചക്കറി, മത്സ്യം, പാൽ, പത്രക്കെട്ടുകൾ എന്നിവയുമായെത്തുന്ന ഡ്രൈവർമാർ കൂടുതലായി അപകടത്തിൽപ്പെടുന്നു. മുൻകാലങ്ങളിൽ ഒട്ടകങ്ങൾ റോഡ് മുറിച്ചു കടക്കുന്നതും വാഹനാപകടങ്ങൾക്ക് കാരണമായിരുന്നു. എന്നാൽ സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ ഇത്തരം അപകടങ്ങൾ കുറഞ്ഞു. അജ്മാൻ റാസൽ ഖൈമ പാതയിൽ 2 സ്ഥലങ്ങളിലായി പോലീസ് സർവീസ് ഉണ്ട്. എന്നാൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി അജ്മാനിൽ നിന്നും റാസൽ ഖൈമയിൽ നിന്നും ആംബുലൻസുകൾ എത്തേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ നിരവധി ക്യാമറകൾ റോഡിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അപകട മരണങ്ങൾക്ക് കുറവ് വന്നിട്ടില്ല. മീഡിയ 1 ദുബായ്. ജിദ്ദയിലുണ്ടായ വാഹനാപകടത്തിൽ മലപ്പുറം ഇടവണ്ണ സ്വദേശി മുജീബ് റഹ്മാൻ പാലക്കലിന് ഗുരുതരമായ പരിക്കേറ്റു. ജോലി കഴിഞ്ഞ് റാബക്കിൽ നിന്നും ജിദ്ദയിലേക്ക് വരുന്ന വഴി
മക്കയ്ക്കടുത്ത് വെച്ച് മുജീബ് റഹ്മാൻ സഞ്ചരിച്ചിരുന്ന കമ്പനി വാഹനം മറിയുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മുജീബിനെ മക്കയിലെ സാഹിർ കിങ് അബ്ദുൽ അസീസ് ആശുപത്രി ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. റഷ്യയെ G8 കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കിയതായി ഫ്രാൻസ്. ഉക്രൈനിലെ സ്വയംഭരണ പ്രവിശ്യയായിരുന്ന ക്രിമിയയെ റഷ്യയുടെ ഭാഗമാക്കാനുള്ള നീക്കത്തിന് പ്രതികരണമായാണ് ഫ്രാൻസിന്റെ നടപടി. എന്നാൽ ക്രിമിയയെ റഷ്യയുടെ ഭാഗമാക്കിയത് ജനഹിതത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ക്രിമിയ തങ്ങളുടെ അവിഭാജ്യ ഘടകമാണെന്നും വ്ളാദിമിർ പുടിൻ പ്രഖ്യാപിച്ചു. യുക്രൈൻ പ്രവിശ്യയായ തങ്ങളുടെ ഭാഗമാക്കുന്നതിനുള്ള ഔദ്യോഗിക നടപടികളുമായി റഷ്യ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് G8 നിന്ന് റഷ്യയെ പുറത്താക്കിയതായി ഫ്രാൻസിന്റെ വിദേശകാര്യമന്ത്രി ലോറന്റ് ഫാബിയസ് പ്രഖ്യാപിച്ചത്. Là, je ne peux pas répondre à cette question. Pour le moment, il reste invité. En revanche, en ce qui concerne le G8, c'est-à-dire la forme politique... എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് അംഗരാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയിച്ചിട്ടില്ല. ക്രീമിയൻ വിഷയത്തിൽ ഏകപക്ഷീയമായി മുന്നോട്ട് പോയ റഷ്യയെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തുന്ന നീക്കത്തിന് അവരുടെ പിന്തുണയുണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ലോക സാമ്പത്തിക വൻശക്തികളുടെ കൂട്ടായ്മയായ G8 നിന്ന് പുറത്താകുന്നത് റഷ്യയ്ക്ക് ക്ഷീണമാകും. അതേസമയം ക്രിമിയൻ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് വ്ളാദിമിർ പുടിൻ. ക്രീമിയ തങ്ങളുടെ അവിഭാജ്യ ഘടകമാണെന്ന് പുടിൻ പ്രഖ്യാപിച്ചു. И народ России показал такую зрелость и такую силу. Своей сплоченностью поддержал соотечественников. ജനാധിപത്യപരമായ രീതിയിലൂടെയാണ് ക്രിമിയ തങ്ങളുടെ ഭാഗമാകുന്നതെന്ന് ആവർത്തിച്ച പുടിൻ യുക്രൈൻ നേതൃത്വത്തെയും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടിനെയും വിമർശിച്ചു. ഇതിനിടെ ക്രിമിയ നേതാക്കൾ റഷ്യയിലെത്തി പ്രസിഡന്റ് പുടിനുമായി കരാറിൽ ഒപ്പുവെച്ചു. റഷ്യയുടെ ഭാഗമാകാനുള്ള ജനഹിത പരിശോധനാ ഫലം പുറത്തുവന്ന ഇന്നലെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. UAE പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ അൽ മനാമ വസ്ത്രവ്യാപാര രംഗത്തേക്ക് കൂടി ചുവടുറപ്പിക്കുന്നു. ദുബൈ അൽ ഖുസിലാണ് അൽ മനാമയുടെ ആദ്യ ടെക്സ്റ്റൈൽ ഷോറൂം തുറന്നത്. UAE-യിലുടനീളം സൂപ്പർമാർക്കറ്റ് ശൃംഖലയുള്ള അൽമനാമയുടെ ആദ്യ ടെക്സ്റ്റൈൽ ഷോറൂമായ ഡ്രസ്പോട്ടിന്റെ ഉദ്ഘാടനം ഖൽഫാൻ മുഹമ്മദ് ബിൻ ലഹേജ് അൽ ഹാജിരി നിർവഹിച്ചു. വിവിധ രാജ്യക്കാർക്ക് ഇണങ്ങുന്ന വസ്ത്രങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ഡ്രസ്പോട്ടിനായിട്ടുണ്ടെന്ന് അൽമനാമ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ സബീർ പറഞ്ഞു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾ ഏറ്റവും നല്ല ബ്രാൻഡ് കൊണ്ടുവന്നു ഡ്രസ്പോട്ട് എന്ന ബ്രാൻഡിൽ ഞങ്ങളിവിടെ നല്ല പ്രൈസിൽ, എക്കണോമിക്കലായ നല്ല പ്രൈസിൽ ചെയ്യാനുള്ള ഒരു തുടക്കമായിട്ടാണ് ഈ ബ്രാൻഡ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. വസ്ത്രലോകത്തെ പുത്തൻ ട്രെൻഡുകൾ അറിഞ്ഞുകൊണ്ടാണ് അൽമനാമയുടെ ഡ്രസ്പോട്ട് ഫാഷൻ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരത്തോടൊപ്പം പുരുഷ വസ്ത്രങ്ങളിലും ഫാഷൻ വൈവിധ്യങ്ങൾക്ക് ഡ്രസ്പോട്ട് ഇടം നൽകിയിട്ടുണ്ട്. ഡ്രസ്പോട്ടിന്റെ പുതിയൊരു ഷോറൂം ഉമ്മുൽ ഖുവൈനിൽ ഉടൻ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് അൽമനാമ ഗ്രൂപ്പ്. മീഡിയ 1 ദുബൈ. ന്യൂസ് മിഡിൽ ഈസ്റ്റ് തുടരുന്നു. വയനാട്ടിൽ കാട്ടുതീ പടരുന്നതുമായി ബന്ധപ്പെട്ട് ഒരാൾ പിടിയിലായി. നോർത്ത് വയനാട് ഡിവിഷനിലെ വരയാൽ എടമന മടിയൂർ വീട്ടിൽ ബാലകൃഷ്ണനാണ് വനംവകുപ്പിന്റെ പിടിയിലായത്. വരയാൽ ചുള്ളി വനമേഖലയിൽ തീയിടുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയതെന്ന് വനപാലകർ പറഞ്ഞു. 2 ദിവസങ്ങളായി തിരുനെല്ലിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ തോതിലാണ് കാട്ടുതീയുണ്ടായത്. തിരുനെല്ലി മേഖലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാട്ടുതീ അട്ടിമറിയാണെന്നത് സംബന്ധിച്ച് വനംവകുപ്പ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഒരാളെ പിടികൂടിയത്. എന്നാൽ വനത്തോട് ചേർന്നുള്ള തന്റെ കൃഷിസ്ഥലം വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനാണ് വനത്തിന് തീയിട്ടതെന്നാണ് ബാലകൃഷ്ണന്റെ മൊഴി. കാട്ടുപന്നി, കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് പതിവായിരുന്നു. ഇതിന് പരിഹാരമായാണ് വനം കത്തിച്ചത്. തീയിട്ടാൽ കുറേ കാലത്തേക്ക് വന്യമൃഗങ്ങൾ പ്രദേശത്തേക്ക് വരാതിരിക്കുന്നതാണ് ഇത് ചെയ്യാൻ കാരണം. വനപാലകർ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. എന്നാൽ ഒരേ സമയം കൂടുതൽ പ്രദേശങ്ങളിൽ തീപടർന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. 15 ഇടങ്ങളിൽ തീപടർന്ന് 1200 ഏക്കറോളം വനമാണ് കത്തി നശിച്ചത്. കഴിഞ്ഞ 2 ദിവസമായി തോൽപ്പെട്ടി, മുത്തങ്ങ വന്യജീവി സങ്കേതങ്ങൾക്ക് കീഴിലെ വനമേഖലയിലാണ് കാട്ടുതീ വ്യാപകമായി ഉണ്ടായത്. കഴിഞ്ഞ ദിവസം കാട്ടുതീ ഉണ്ടായ ഭാഗങ്ങളിൽ ചില അജ്ഞാതരെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. ഇവരെക്കുറിച്ചും കാര്യമായ വിവരങ്ങൾ വനം വകുപ്പിന് ലഭിച്ചിട്ടില്ല. നാളെ വനം വകുപ്പ്, CCF, ജൈവവൈവിധ്യ ബോർഡ് പ്രതിനിധി, വനം വകുപ്പ് വിജിലൻസ് മേധാവി എന്നിവരടങ്ങുന്ന സംഘം തിരുനെല്ലിയിൽ എത്തുന്നുണ്ട്. മീഡിയ 1 വയനാട്. ആയിരക്കണക്കിന് ഹെക്ടർ നശിപ്പിച്ചുകൊണ്ടുള്ള വയനാട്ടിലെ കാട്ടുതീ ഇത് സ്വാഭാവികമായി ഉണ്ടായതോ അല്ല പിന്നിൽ ഗൂഢാലോചനയുണ്ടോ? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നത്.
സാമൂഹ്യ പ്രവർത്തകനായ അഡ്വക്കേറ്റ് KY സുധീന്ദ്രൻ ഒപ്പം നിരഞ്ജൻ തമ്പുരു ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കും. ശ്രീ KY സുധീന്ദ്രൻ, 15 ഇടങ്ങളിൽ ഒരേ സമയം കാട്ടുതീ ഉണ്ടാകുന്നു, അത് വ്യാപകമായി പടരുന്നു, വൻ മരങ്ങളടക്കം കത്തി നശിക്കുന്നു. സ്വാഭാവികമായി ഉണ്ടായ ഒരു കാട്ടുതീയാണ് എന്ന് പറയാൻ കഴിയുമോ? സാമാന്യ ബുദ്ധിയിൽ ഇത് സ്വാഭാവിക കാട്ടുതീയാണ് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. 15 ഇടങ്ങൾ എന്ന് പറയുന്നത് ആ വനപ്രദേശത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളല്ല. തീ കാണപ്പെട്ട ഓരോ പ്രദേശവും തമ്മിൽ കിലോമീറ്ററുകളുടെ അകലമുണ്ട്. കൃത്യമായി കണക്ക് കൂട്ടിയ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തിന്റെ പൈതൃക സ്വത്തായ വനസമ്പത്തിനെ കൊള്ളയടിക്കുവാൻ ആരോ കരുതിക്കൂട്ടി ചെയ്ത ഒരു പ്രവൃത്തിയായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. വർത്തമാനകാല കേരള രാഷ്ട്രീയത്തിൽ കത്തി നിൽക്കുന്ന കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകളുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ റിപ്പോർട്ടുകൾ സത്യസന്ധമായി നടപ്പാക്കിയാൽ പല മാഫിയ സംഘങ്ങളും ഈ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന പ്രക്രിയയിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെടും എന്ന തിരിച്ചറിവാകാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു 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 ക്രൂര വിനോദത്തിന്, ഒരു ക്രൂര അക്രമത്തിന് ഇക്കൂട്ടരെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. നിരഞ്ജൻ തമ്പുരു, താങ്കൾക്കും ഇതേ അഭിപ്രായം തന്നെയാണോ? വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ, വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാട്ടുതീ, ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്, അട്ടിമറിയുണ്ട് എന്ന സ്വരത്തിലാണ് സുധീന്ദ്രൻ നമ്മോട് പറയുന്നത്. ഇതേ അഭിപ്രായം തന്നെയാണോ താങ്കൾക്കുള്ളത്? അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിൽ ആരായിരിക്കാം? എന്തുകൊണ്ടില്ല എന്നതാണ് എന്റെ ചോദ്യം. മറ്റൊന്നുമല്ല, പഴയ ഒരു കവിതയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കേട്ടിട്ടുണ്ട് നമ്മളെല്ലാം, നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടുകൊന്നില്ലേ എന്നൊരു കവിത. ആ കവിതയിൽ പറയുന്ന പോലെ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ഓർത്തു വെക്കാം. മുത്തങ്ങയിൽ നടന്നൊരു സമരം. ആ സമരത്തിൽ നമ്മളുടെ ഗവൺമെന്റ് അടക്കം എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യം, ഈ ആദിവാസികൾ അടക്കമുള്ളവരെ, ആദിവാസികൾ ഇവർ വിളിക്കുന്ന കാടിന്റെ മക്കളെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി അവിടെ വനം സംരക്ഷിക്കണം എന്നുള്ളൊരു മുദ്രാവാക്യമായിരുന്നു അന്ന് ഉയർത്തി പറഞ്ഞിരുന്നത്. അന്ന് അവരെ പുറത്താക്കാൻ വേണ്ടി നടത്തിയ ഒരു ഒരു പ്രക്രിയ അതുപോലും ഇവിടെ ആവർത്തിക്കപ്പെടുന്നില്ല. അതായത് നമ്മുടെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം, ഈ വനം ഇങ്ങനെ നശിപ്പിക്കുന്നത്, അതായത് 15 സ്ഥലങ്ങളിൽ 15 ഏരിയയിൽ 1200 ഹെക്ടറോളം വരുന്ന വനം നശീകരിക്കപ്പെട്ടു. ഇതിനെ തീർച്ചയായും നമ്മൾ ഗൂഢാലോചനയെ തന്നെയാണ് കാണേണ്ടത്. മറ്റൊന്നുമല്ല, പലപ്പോഴും പലയിടങ്ങളിലും സാധാരണഗതിയിൽ വനത്തിൽ തീ പിടിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മുളകൾ കൂട്ടിയുരഞ്ഞോ അല്ലെങ്കിൽ മറ്റൊരു കാറ്റിന്റെ ഘർഷണം മൂലം മുളകൾ കൂട്ടിയുരഞ്ഞ് അങ്ങനെ ആയിരിക്കാം സാധാരണഗതിയിൽ തീ പിടിക്കുക. അത് പല സ്ഥലങ്ങളിലേക്ക് ഒരു സ്ഥലത്തു നിന്നായിരിക്കും വ്യാപിക്കുക. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 15 സ്ഥലങ്ങളിൽ നിന്നാണ്. അതേപോലെ പിടിക്കപ്പെട്ട ആൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീടിന്റെ ചുറ്റുവട്ടങ്ങളിൽ ഈ മൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് തീയിട്ടതെന്നാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ 15 സ്ഥലങ്ങളിൽ എങ്ങനെയാണ് കാട്ടുതീ പടർന്നു പിടിച്ചത്? അങ്ങനെ ചിന്തിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, സുധീരൻ സാർ പറഞ്ഞ പോലെ തന്നെ അത് തീർച്ചയായിട്ടും ഒരു അട്ടിമറിയായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നിരഞ്ജൻ, അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഇതിന് പിന്നിൽ? അവരുടെ താല്പര്യം എന്തായിരിക്കും? നേരത്തെ സുധീന്ദ്രൻ ഇവിടെ പറഞ്ഞത് കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് അദ്ദേഹം ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അത് വരികയുണ്ടായി. അത്തരം രാഷ്ട്രീയമായ താല്പര്യങ്ങളുണ്ടോ, മറിച്ച് മരം മുറിച്ച് കടത്തുന്ന മാഫിയയുടെ വെറും സാമ്പത്തിക താല്പര്യമായിരിക്കുമോ ഇതിന് പിന്നിൽ? എന്താണോ താങ്കളുടെ അഭിപ്രായം? സർ, അദ്ദേഹം പറഞ്ഞതിൽ നിന്നും എനിക്ക് വിയോജിപ്പാണുള്ളത്. മറ്റൊന്നുമല്ല, മരം മുറിച്ച് നടത്തുന്ന മാഫിയകൾ അല്ലെങ്കിൽ ഇങ്ങനെ കൃഷികൾ നടത്തുന്ന ആൾക്കാർ, കഞ്ചാവ് പോലുള്ള ബിസിനസ്സുകൾ നടത്തുന്ന ആൾക്കാർ, അങ്ങനെയുള്ള മാഫിയകൾക്ക് ഒരിക്കലും ഇതിൽ താല്പര്യം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം ഇങ്ങനെ ഒരു തീപിടുത്തം അവർ തന്നെ സൃഷ്ടിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പൂർണ്ണമായും അന്വേഷണം വരുമെന്ന് അവർക്കറിയാം. ഗവൺമെന്റിനെ പൂർണ്ണമായും കൈയെടുക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ള ഒരു മാഫിയ അല്ലെങ്കിൽ കൂടി അവർക്ക് ഇങ്ങനെ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങളെ തീർച്ചയായും ബാധിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെയുള്ള ഒരു മാഫിയയുടെ അട്ടിമറിയായി ഞാൻ കാണുന്നില്ല. പക്ഷെ ഞാൻ കാണുന്നത്, നമ്മൾ പലപ്പോഴും കേരളത്തിലൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആദിവാസികളുടെ ഒരു പ്രതിഷേധ പ്രകടനമാകാം ഇത്. തങ്ങളെ ചവിട്ടിപ്പുറത്താക്കി കാടിന്റെ മക്കളാണ് അവർ, കാടിനുള്ളിൽ ജീവിക്കുന്ന, പുറം ലോകത്തേക്ക് വരാൻ ഇഷ്ടപ്പെടാത്ത, പുറം ലോകത്തെ ആൾക്കാരോടൊപ്പം ഇടപഴകാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കാട്ടിൽ നിന്നും അവരെ ചവിട്ടിപ്പുറത്താക്കിയപ്പോൾ
അവർ പലപ്പോഴും കൂട്ടം ചേർന്ന് ചിലപ്പോൾ ചെയ്തൊരു കാര്യമാവാം, അങ്ങനെ നമുക്ക് അനുമാനിക്കാം. അതേപോലെ കേരളത്തിൽ പലപ്പോഴും പറയുന്നുണ്ട് മാവോയിസ്റ്റ് ആക്രമണങ്ങളെ കുറിച്ചും മാവോയിസ്റ്റുകളുടെ ചിന്തകളെ കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിരഞ്ജൻ തമ്പൂർ പറയുന്നത് പോലുള്ള ഒരു അട്ടിമറി ശ്രമം ഇവിടെ താങ്കൾ കാണുന്നുണ്ടോ? കാട്ടിനുള്ളിൽ ആദിവാസികൾ അവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ചെയ്തത് ആയിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അത്തരം ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ? പ്രത്യേകിച്ചും കാടിനെ സ്നേഹിക്കുകയും കാടിലെ കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് കാടിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ഇത്തരത്തിലൊന്ന് ചെയ്യുമെന്ന് അനുമാനിക്കാൻ കഴിയുമോ? ചോദ്യം എന്നോടാണ്. തീർച്ചയായും സുധീന്ദ്രൻ. അത് ആദിവാസികൾക്ക് എതിരെ മാത്രമുള്ള ഒരു ആക്രമണമായി നമുക്കിതിനെ കാണാൻ കഴിയില്ല. ആദിവാസികളെ കൂടാതെ ഈ വനസമ്പത്ത് മൊത്തമായി നശിപ്പിക്കുവാനും അടുത്ത കാലത്ത് ഈ പഠന റിപ്പോർട്ടിന്റെ ഭാഗമായി അവിടെ കടുവാ സങ്കേതം കേന്ദ്ര ഗവൺമെന്റിന്റെ കർശന നിർദ്ദേശപ്രകാരം കടുവാ സങ്കേതം സുരക്ഷിതമാക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള നീക്കങ്ങളും തീരുമാനങ്ങളും ഒക്കെ കടന്നു വരികയാണ്. അപ്പൊ അതിൽ വിരളി പൂണ്ട ഈ കാട് കയ്യേറി വെച്ച് സ്വകാര്യ സ്വത്തായി അനുഭവിക്കുന്ന കുറെ ആളുകളുണ്ട്. ഒരു വിരോധാഭാസം എന്ന് പറയട്ടെ, രണ്ട് പ്രമുഖ സംഘടനകൾ ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്നു. ഒന്ന് ഹൈ റേഞ്ച് സംരക്ഷണ സമിതി എന്നാണ് അതിന്റെ പേര്, മറ്റൊന്ന് പശ്ചിമഘട്ട സംരക്ഷണ സമിതി. ആ പേരിന്റെ അർത്ഥവും അവർ ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ കടലും കടലാടിയും പോലെയുള്ള വ്യത്യാസമുണ്ട്. ഹൈ റേഞ്ചിനെ സംരക്ഷിക്കുവാനുള്ള സമിതി എന്നാണ് അതിന്റെ പേര്. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? ഹൈ റേഞ്ച് കയ്യേറ്റ സംരക്ഷണമാണ് അവർ നടത്തുന്നത്. പശ്ചിമഘട്ട സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് അവിടെ വയനാട്ടിലും കോഴിക്കോട്ടുമായി ഒരു സംഘടനയുണ്ട്. അവർ പറയുന്നത് അവർ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുന്നു എന്നാണ്. സത്യത്തിൽ അവരുടെ ലക്ഷ്യം എന്താണ്? പശ്ചിമഘട്ടത്തെ കുടിയേറ്റക്കാരായി, കയ്യേറ്റക്കാരായി, കൃഷിക്കാരായി, പിന്നെ ഉടമകളായി കയ്യേറി ഈ ലോകത്തിന്റെ പൈതൃക സ്വത്തായ വനഭൂമിയെ സ്വന്തം ഉപയോഗത്തിനും അനുഭവത്തിനും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി വെച്ചനുഭവിക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ സംരക്ഷിക്കുവാൻ രാഷ്ട്രീയമായും മതപരമായും സംഘടിച്ചിട്ടുള്ള ഒരു കൂട്ടമാണ് ഈ രണ്ട് സംഘടനകൾ. അവർക്ക് കാലാകാലങ്ങളിൽ വരുന്ന ഭരണകൂടത്തിന്റെ മേലുള്ള അമിതമായ സ്വാധീനം മൂലം ഈ വസ്തുക്കളുടെയൊക്കെ നേരായും നേരാതെ അല്ലാതെയുമുള്ള പട്ടയങ്ങൾ കൈവശപ്പെടുത്തിക്കൊണ്ട് ഭരണകൂടത്തോട് നടത്തുന്ന വിലപേശലിന്റെ ഭാഗമായി നമ്മുടെ സഖ്യന്റെ ബഹുഭൂരിപക്ഷവും ഇത്തരക്കാരുടെ കയ്യിലായി. ഈ ലോകം ഇന്ന് പരിസ്ഥിതിക്ക് വേണ്ടി നിലവിളിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. അപ്പോൾ ലോകത്തെ ഒരു ഹരിത രാജ്യമാക്കി മാറ്റുവാൻ ലോകമെമ്പാടും നീക്കങ്ങൾ നടക്കുമ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവിടെയുള്ള പച്ചപ്പുകൾ മുഴുവൻ ചുട്ടുകരിച്ച് അവിടെയുള്ള ജീവജാലങ്ങളെ മുഴുവൻ ചുട്ടുകരിച്ച് ഒരു ഭൂപ്രദേശത്തെ അവർക്ക് മറ്റു തരത്തിൽ രൂപമാറ്റം പറ്റി എടുക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ആദ്യ പരീക്ഷണം നമ്മോടൊപ്പമുണ്ട്. ശ്രീ സുധീന്ദ്രൻ, അബ്ദുള്ള എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ വടകരയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. അബ്ദുള്ള പറഞ്ഞോളൂ. ഹലോ അബ്ദുള്ള, താങ്കൾ ഇപ്പോൾ ലൈനിലുണ്ടോ? അതെ 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 പറഞ്ഞോളൂ. ഹലോ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ഈ സാമൂഹിക വിരുദ്ധരാണ് നമ്മുടെ ഈ കാട്ടുകളെല്ലാം നശിപ്പിക്കുന്നത്. ഹലോ, ഈ സാമൂഹിക വിരുദ്ധന്മാരാണ് ഈ കാടുകളെല്ലാം നശിപ്പിക്കുന്നത്. ഈ തീയിട്ട് കത്തിക്കുന്നതെന്ന് വെച്ചാൽ വളരെ ദുശുദ്ധമായ കാര്യങ്ങളാണ്. എത്ര മൃഗങ്ങളാണ് ചത്തുകൊടുക്കുന്നത്. ഇതിൽ കളിക്കുന്നത് മൊത്തം ഭൂമാഫികളെന്നാണ് നമുക്കിപ്പോഴുള്ള സംശയങ്ങൾ. നന്ദി ശ്രീ അബ്ദുള്ള പ്രതികരിച്ചതിന്. ശ്രീ നിരഞ്ജൻ, ഇന്ന് ഒരാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ ഒരാൾ ഫോറസ്റ്റ് ഓഫീസർമാരുടെ പിടിയിലായിരിക്കുകയാണ്. അയാൾ വനപാലകർക്ക് നൽകിയ മൊഴി തനിക്ക് വളരെയധികം കൃഷിയുണ്ട്, ആ ഭാഗത്തേക്ക് ആ ഭാഗം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് താൻ തീയിട്ടത് എന്ന് അദ്ദേഹം വനപാലകർക്ക് മൊഴി നൽകിയതായി വനപാലകർ നമ്മോട് പറയുന്നു. ഈ മൊഴി എത്രത്തോളം വിശ്വാസ്യം ഉള്ളതാണ്? യഥാർത്ഥത്തിൽ ഇത്തരം ഒരു പ്രവണത വയനാട് ഈ ഭാഗങ്ങളിൽ കാണുന്നുണ്ടോ? ഇത് എത്രത്തോളം ഈ വനഭാഗത്തെ ബാധിക്കുന്നുണ്ട്? സർ, എനിക്കിതില് ഈ പറഞ്ഞ ആളിനോടാണെങ്കിൽ നേരിട്ടാണെങ്കിൽ ഞാൻ അയാളോട് അദ്ദേഹത്തോട് ചോദിച്ചേനെ. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് നമ്മുടെ പുഴ വേണ്ടേ? നിങ്ങൾക്ക് മഴ വേണ്ടേ? നിങ്ങൾക്ക് ശ്വാസവായു വേണ്ടേ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ നാൽക്കാലികളെ, ഇരുകാലികളായ മനനം ചെയ്യാൻ കഴിവുള്ള മനുഷ്യ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നാൽക്കാലികളെയും ഈ കാട്ടിൽ ജീവിക്കുന്ന കാടിന്റെ മക്കളെയും നമുക്ക് പ്രിയപ്പെട്ട മരങ്ങളെയും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചുട്ടു നശിപ്പിക്കുന്നത്? എത്ര ഒരു ബോധമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളല്ലേ ഇവർ ചെയ്തു പോകുന്നത്? അദ്ദേഹം പറയുന്ന മൊഴി എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കാൻ കഴിയുക? കാരണം അദ്ദേഹത്തിന്റെ വീടിന്റെ ഭാഗത്ത് തീ വെച്ച് അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് അല്ലെങ്കിൽ നമ്മളുടെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ പിന്നെ എങ്ങനെയാണ് ബാക്കി 14 ഭാഗങ്ങളിൽ തീപിടുത്തം ഉണ്ടായത്? ഒരു വീട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെ
മൃഗങ്ങൾ വന്ന് ശല്യം ഉണ്ടാക്കുന്നു, കൃഷി നശിപ്പിക്കുന്നു എന്ന പേരിൽ അയാൾ തീ വെച്ചുവെങ്കിൽ ബാക്കി 14 ഭാഗങ്ങളിൽ ഒരേ സമയം തീപിടുത്തം ഉണ്ടായത് എങ്ങനെയാണ്? കേരള ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടക്കം ഇതിന് അന്വേഷണത്തിന് ഉത്തരവിട്ട് തീവ്രമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എങ്ങനെയാണ് അദ്ദേഹത്തിന് അതിനുള്ള ധൈര്യം ഉണ്ടായത്? തീർച്ചയായും സംശയകരമാണ് കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ മൊഴി സംശയകരമാണ്. ഈ 15 ഇടങ്ങളിൽ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 15 ഇടങ്ങളിൽ ഒരേ സമയത്ത് കാട്ടുതീ ഉണ്ടായതിനെ വിശദീകരിക്കാൻ വനപാലകർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ പിടിക്കപ്പെട്ട ഒരാളുടെ മൊഴിയെ ആസ്പദമാക്കി എല്ലാ കുറ്റങ്ങളും അയാളെ മേൽ കെട്ടിയേൽപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വനപാലകർ ശ്രമിക്കും. അങ്ങനെ ഈ കേസ് ഇവിടെ അവസാനിപ്പിക്കാൻ അവർ ശ്രമിക്കും എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയം ഉയരുകയാണ്. സുധീന്ദ്രൻ, ഇവിടെ നമ്മുടെ രാജ്യം തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. നമ്മുടെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും തെരഞ്ഞെടുപ്പിന്റെ വികാരപരമായ ചൂടും ചൂരും ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ മുമ്പാകെ പോകുമ്പോൾ മീഡിയ വൺ എന്ന ചാനൽ വ്യതിരിക്തമായ ഈ ലോകത്തെയും പ്രകൃതിയെയും ബാധിക്കുന്ന വിഷയത്തില് ചർച്ച ചെയ്യുവാൻ ഇത്രയും സമയം കണ്ടെത്തിയതിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഭരണകൂടം ഈ കാര്യത്തിൽ വേണ്ടത്ര ശക്തമായി ഉണർന്നു പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ നിഷ്പക്ഷമായി ഞാൻ അഭിപ്രായം പറയും, ഇല്ല എന്ന് പറയും. പേരിനൊരു അന്വേഷണം, പേരിന് ചില തിരച്ചിൽ എന്നതല്ലാതെ എല്ലാവരും തിരഞ്ഞെടുപ്പിന്റെ നൈമിഷികമായ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ചൂടിന് പുറകെ പോകുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ജീവവായു തരുന്ന വൃക്ഷലതാദികളെ നശിപ്പിക്കുന്നു. കൃമികീടങ്ങൾ തൊട്ട് സർക്കാരിന്റെ ഭാഗത്ത് അനാസ്ഥയുണ്ട്. അത്തരം ചില കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ഇപ്പോൾ വയനാട്ടിൽ തീ പടർന്ന് പിടിച്ച ആ ഭാഗത്ത് തന്നെയുള്ള ഒരു പ്രേക്ഷകനാണ് നമ്മളിപ്പം രതീഷ്. പറഞ്ഞോളൂ. ഹലോ സർ. പറയൂ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. സാർ, ഞാൻ ഈ ഏകദേശം തീ പിടിച്ചതിന്റെ 10-15 കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹലോ, പറയൂ രതീഷ്, കേൾക്കാം. എനിക്ക് അവിടെ പോയിട്ട് ദൃശ്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. മാധ്യമങ്ങളിലൂടെ മാത്രമാണ് ഞാനത് കണ്ടിട്ടുള്ളത്. ഹലോ. അപ്പോൾ തീ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, തീർച്ചയായിട്ടും അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നൊരാളെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് കേട്ടു. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ 14 സ്ഥലങ്ങളിലുള്ള തീ ഇതുപോലെയുള്ള ഒരു പാവപ്പെട്ട ഒരു വ്യക്തി ചെയ്തതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ കാര്യമാണ് രതീഷ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. 15 ഇടങ്ങളിൽ ഒരേ സമയം എങ്ങനെയാണ് തീ പടർന്നത്? നന്ദി രതീഷ് പ്രതികരിച്ചതിന്. ഇപ്പോൾ മറ്റൊരു കാര്യം, ആദ്യം ഈ തീപിടുത്തം ഉണ്ടായത് തിരുനെല്ലി ഭാഗത്തെ കാരമാട്ട് കുളക്കാവിലുള്ള ഒരു കോളനിയിലാണ്. ഇവിടെ ഒരു കൃഷിയിടമാണ്. ഒരു സൈഡിൽ കൃഷിയാണ്, മറു സൈഡിൽ പുഴയാണ്. ഇവിടെ നിന്നുണ്ടായ ഒരു തീ അത് അവിടെ തന്നെ കെട്ടടങ്ങാനാണ് സാധ്യത. പക്ഷേ അവിടെ നിന്ന് പടർന്ന് 15 ഇടങ്ങളിലേക്ക് വ്യാപിച്ചു എന്നുള്ള വിശദീകരണം എത്രത്തോളം വിശ്വസനീയമാണ് നിരഞ്ജൻ? സാർ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് തീർച്ചയായും വിശ്വസനീയമായ കാര്യമല്ല. അല്പം മുമ്പ് സുധീന്ദ്രൻ സാർ പറഞ്ഞതുപോലെ കേരള ഗവൺമെന്റിന്റെ അനാസ്ഥയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിൽ ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ശ്രീ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വിശ്വസനീയമല്ല എന്ന് സംശയമില്ലാതെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. അന്വേഷണം തുടങ്ങി കഴിഞ്ഞു. അന്വേഷണത്തിന്റെ ഭാഗമായി നാളെ അവിടെ അധികൃതർ എത്തുകയും ചെയ്യുന്നു. പക്ഷേ ഇതുപോലെ നേരത്തെ ഉണ്ടായ പല സംഭവങ്ങളിലും ഉണ്ടായ അന്വേഷണത്തിന്റെ അവസ്ഥ നമുക്കറിയാം. നേരത്തെ തിരുവമ്പാടിയിലെ ഫോറസ്റ്റ് ഓഫീസിൽ ഫയലുകൾ കൂട്ടമായി തെരഞ്ഞുപിടിച്ച് കത്തിക്കപ്പെട്ട സംഭവം, വയനാട് ഭാഗത്തും ഇതേപോലെ തന്നെ നിർണായകമായ രേഖകൾ, വനഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട അനധികൃത കയ്യേറ്റത്തിൻ്റെ രേഖകൾ, അത് അനധികൃതമായി വനഭൂമി കൈവശം വെച്ചതിൻ്റെ രേഖകൾ, അതിൻ്റെ റിക്കവറിയുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് രേഖകൾ, ഇത്തരം ഫയലുകൾ തെരഞ്ഞുപിടിച്ച് കത്തിക്കുകയുണ്ടായി ഹർത്താലിൻ്റെ മറവിൽ. പക്ഷേ അക്കാര്യത്തിൽ പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അന്വേഷണ റിപ്പോർട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴുണ്ടായ വയനാട്ടിലെ കാട്ടുതീയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇത് തന്നെയല്ലേ സംഭവിക്കുക? സർക്കാർ ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തപൂർണ്ണമായ ഒരു നടപടിയാണോ കൈക്കൊള്ളുന്നത് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? സാർ, കേരളം എന്ന വലിയ സംസ്ഥാനത്തിന്റെ സ്ഥിരമായ ഒരു അവസ്ഥ തന്നെ ഇതാണല്ലോ. എന്ത് അന്വേഷണം വന്നാലും, എന്തിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയാലും അവസാനം അതൊരു മുഖമറയായി അവശേഷിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കേരളം എന്ന സംസ്ഥാനത്തിന്റെ എപ്പോഴുമുള്ള യാത്ര. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ വയനാട്ടിൽ കാട്ടുതീ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ഗൂഢാലോചന തീർച്ചയായും ഉണ്ടെന്ന്. അതേപോലെ ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഈ ഫയലുകൾ കത്തിച്ച സംഭവം. ഫയലുകൾ കത്തിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒളിക്കാൻ തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടായിട്ടായിരിക്കണമല്ലോ ഒളിക്കാൻ അവർ ഫയലുകൾ കത്തിച്ച് കളഞ്ഞിട്ടുള്ളത്. അതേപോലെ ഇപ്പോൾ ഈ എന്താ പറയാ, ഈ
ഈ ബാലകൃഷ്ണന്റെ അറസ്റ്റ്, അതോടൊപ്പം പല സ്ഥലങ്ങളിൽ 15 സ്ഥലങ്ങളിലുള്ള തീപിടുത്തം, ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇതിൽ അവസാനമായി നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ ഉണ്ടായതാണ്. അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇത്രയും സ്ഥലങ്ങളിൽ ഒരേ സമയം തീപിടുത്തം ഉണ്ടായത്. അത് മാത്രമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. മാത്രമല്ല സുധീന്ദ്രൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു റിപ്പോർട്ട് വനം വകുപ്പിന് കൈമാറിയിരുന്നു. വേനലിനോടനുബന്ധിച്ചുകൊണ്ട് ഈ ഭാഗങ്ങളിൽ തീയിടാൻ സാധ്യതയുണ്ട് എന്ന ഒരു റിപ്പോർട്ട്, വ്യക്തമായ റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് വനം വകുപ്പിന് നൽകിയിരുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. സാധാരണയായി വേനൽ കാലങ്ങളിൽ സജ്ജീകരിക്കുന്ന, അതായത് കാട്ടുതീ തടയുന്നതിന് വേണ്ടി സജ്ജീകരിക്കുന്ന ഫയർ ലൈനർ പോലും, അതിൻ്റെ നടപടികൾ പോലും ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ആ സ്ഥലം സന്ദർശിച്ച ഞങ്ങളുടെ റിപ്പോർട്ടർ പറയുന്നു. വിഭാഗം വളരെ നേരത്തെ തന്നെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുത്തിരുന്നു. വേണ്ടത്ര ഗൗരവത്തോടുകൂടി സർക്കാർ വിഷയത്തെ പരിഗണിച്ചില്ല എന്നുള്ളത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അക്ഷന്തവ്യമായ ഒരു അപരാധമാണ്. മറ്റൊന്ന്, ഈ ബാലകൃഷ്ണനെ ഇന്നിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്റെ ബലമായ സംശയം, ഒരു സംഘടിത ശ്രമത്തിന്റെ ഭാഗമായി ഹെക്ടറുകൾ കണക്കിന് ഭൂമി നശിപ്പിക്കുകയും ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ അന്വേഷണത്തിന്റെ ദിശ തിരിച്ചുവിടുവാൻ ഒരു നാമമാത്ര കർഷകനായ ബാലകൃഷ്ണനെ കൊണ്ട് ആരോ ഇപ്രകാരം ചെയ്യിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖ്യമായ അന്വേഷണ കണ്ണികളിൽ നിന്നും സർക്കാരിന്റെ അന്വേഷണ സമ്പ്രദായത്തെ മാറ്റിവിട്ട് ബാലകൃഷ്ണനെ കൊണ്ട് ഇപ്രകാരം ചെയ്യിച്ചതാവാനും വഴിയുണ്ട് എന്ന് സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അപ്പോൾ ഇതിന്റെ പിന്നിൽ ശക്തമായ കൈകളുണ്ട്. നിഷ്പക്ഷമായ, സമൂഹത്തിന് എല്ലാവർക്കും നിഷ്പക്ഷമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ഗൗരവതരമായ അന്വേഷണവും സമീപനവും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് പ്രകൃതിയെ സ്നേഹിക്കുന്ന, ജീവജാലങ്ങളെ സ്നേഹിക്കുന്നത്. നമ്മുടെ ജീവൻ പോലെ തന്നെ സസ്യങ്ങൾക്കും വനത്തിൽ വളരുന്ന കൊച്ചു ജീവികൾക്കുമൊക്കെ ജീവനുണ്ട്. അതെടുക്കുവാൻ ഇവർക്ക് ആർക്കും അവകാശമില്ല. അത് ദൈവത്തിന്റെ ഹിതത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റമാണ്. അത് നേരാവണ്ണം കണ്ടുകൊണ്ട് നമ്മുടെ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കണം, ഇനിയെങ്കിലും പ്രവർത്തിക്കണം എന്നുള്ളതാണ് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഏതൊരു പൗരന്റെയും ആഗ്രഹം. ശ്രീ നിരഞ്ജൻ, ഞങ്ങളുടെ റിപ്പോർട്ടർ ഈ സ്ഥലം സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡുകളുമായി സംസാരിച്ചു. വേണ്ടത്ര ഗാർഡുകൾ അവിടെയില്ല. വനഭൂമി സംരക്ഷണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ കാട്ടുതീ പോലുള്ള പ്രശ്നങ്ങൾ തടയാൻ വേണ്ടിയോ വേണ്ടത്ര മതിയായ ആൾക്കാർ അവിടെയില്ല. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫയർ ലൈനർ, അതിൻ്റെ നടപടികൾ, അത് ചെയ്യുന്ന നടപടികളും ഇപ്പോഴും പാതി വഴിയിലാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കാലാവസ്ഥ നേരത്തെ തന്നെ ഇപ്പോൾ ഫെബ്രുവരി മധ്യത്തോടെ തന്നെ വേനൽ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ തുടങ്ങേണ്ട ഒരു പണി മാർച്ച് പകുതി കഴിഞ്ഞിട്ടും പൂർത്തിയായിട്ടില്ല, പാതി വഴിയിൽ നിൽക്കുന്നു. പക്ഷേ ലക്ഷക്കണക്കിന് രൂപയാണ് കാട്ടുതീ തടയാനും അനുബന്ധ പ്രവർത്തികൾക്കുമായി സർക്കാർ ചെലവഴിക്കുന്നത്. ഈ ഫണ്ടെല്ലാം എവിടെ പോകുന്നു? എന്തുകൊണ്ടാണ് ഇത്തരം ഒരു അനാസ്ഥ സർക്കാർ തുടരുന്നത്? സർ, നമ്മുടെ ഇപ്പോൾ ഈ കാട്ടുതീയെ സംബന്ധിച്ച് കൂടുതലായി പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഈ 15 സ്ഥലങ്ങളിലെ കാട്ടുതീ, അതേപോലെ 1200 ഹെക്ടറോളം വരുന്ന വനം നശീകരിക്കപ്പെട്ടു. അതേപോലെ നമ്മളുടെ കാടിന്റെ മക്കളെ അല്ലെങ്കിൽ ജീവികളെ കൊന്നൊടുക്കപ്പെട്ടു. ഈ കാട്ടുതീയിൽ കൂടി ജീവികളെ കൊന്നൊടുക്കപ്പെട്ടു. അങ്ങനെ വളരെ മോശമായ ഒരു സ്ഥിതി വിശേഷത്തിലാണ് ഇത് പോയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ സാംസ്കാരിക പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഇതേവരെ പ്രത്യേകിച്ച് ഒരു പ്രതികരണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടിയോ ഉണ്ടായിട്ടില്ല. പേരിനൊരു അന്വേഷണം മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇത് അവസാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിലായി സമയക്രമത്തിലും ഇടപെടുകയാണ് ശ്രീ നിരഞ്ജൻ. സുധീന്ദ്രൻ, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടമാണ്. താങ്കൾ എന്തെങ്കിലും തരത്തിൽ ഈ സംഭവത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിക്കുന്നുണ്ടോ? മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണകൂടവും തെരഞ്ഞെടുപ്പിന്റെ ജ്വരത്തിൽ മുഴുകി നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നേടാത്ത തരത്തിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കുമെന്ന് പറയുന്നില്ല. കാര്യം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എല്ലാവരും ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ ക്ഷമിക്കണം, സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല എന്ന് താങ്കൾ പറയുന്നു. പക്ഷേ വയനാട്ടിൽ ഇത്രയേറെ ഏക്കർ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാട്ടുതീ, വന്യമൃഗങ്ങളെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാട്ടുതീ സ്വാഭാവികമായി ഉണ്ടായതാണ് എന്ന് ഒരു തരത്തിലും വിശ്വസിക്കാൻ സാധ്യമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത സുധീന്ദ്രനും ശ്രീ നിരഞ്ജനും നന്ദി അറിയിക്കുന്നു. ന്യൂസ് മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.